മുഖ്യമന്ത്രി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇനി അടുത്തത് പോകുന്നത്. ഇന്നലെ 11ാമത്തെ ജില്ലയായ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു. ഇവിടെ ഇതേവരെ ഉള്ള വസ്തുത എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞതാണ്. ഒരു വലിയ ജനമുന്നേറ്റമായി നവകേരള സദസ്സ് മാറി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഓരോ മണ്ഡല കേന്ദ്രങ്ങളിലുമുള്ള സദസ്സിൽ പങ്കെടുക്കുന്ന 10,000-ങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാളും വലിയ പ്രത്യേകത വഴിനീളെ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്ന്, അത് വലിയ ഓർഗനൈസ്ഡ് ആയിട്ടല്ല, ചെറിയൊക്കെയാണ്, വീടുകളുടെ മുന്നിൽ, കടകളുടെ മുന്നിൽ, ചെറിയ പട്ടണങ്ങളിൽ, കവലകളിൽ എല്ലാം. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇതിന് പിന്തുണ നൽകും വിധം ഇതിനെ ആശീർവദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഒക്കെയായിട്ട് വന്നു കൂടുകയാണ്. എല്ലാ ആളുകളും ആ കൂട്ടത്തിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ നമ്മുടെ ആലപ്പുഴ ജില്ല സമര പോരാട്ടങ്ങളുടെ തീക്ഷ്ണമായ ജീവിതം നയിച്ച് മുന്നേറിയ കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും മണ്ണാണ്. അവിടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കയർ മേഖലയെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. കേരളം രൂപീകൃതമായ വേളയിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷികേതര മേഖല അത് കയർ വ്യവസായമായിരുന്നു. പിന്നീട് അത് കുറച്ച് കിതപ്പിലായി. ഇപ്പോൾ കയർ മേഖല ശക്തമായ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് നിൽക്കുന്നത്. കയർ വ്യവസായത്തെ ആധുനിക പാതയിലേക്ക് നയിച്ച രണ്ടാം കയർ പുനഃസംഘടന വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് കയർ മേഖലക്കായി കഴിഞ്ഞ 7 വർഷം കൊണ്ട് ആകെ 1455 കോടി രൂപയാണ് ചെലവഴിച്ചത്. അത് ഈ 7 വർഷത്തെ കണക്ക് പറയുമ്പോൾ അന്ന് ആ 5 വർഷം